ഹരിയേട്ടാ, ഇന്ന് പകൽ മുഴുവൻ ഞങ്ങൾ ആ കറുത്ത കാറിനെ ഫോളോ ചെയ്യുകയായിരുന്നു. ഇപ്പോ ആ കാറ് രമ മേഡത്തിന്റെ വീട്ടിലെത്തി. ആ കാറില് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, അതിലൊരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആളെങ്ങനെ? ആ ശരി, നിങ്ങൾ പോകോ. ശരി ഏട്ടാ. ശരി. ഇളയ തമ്പുരാട്ടി. രമേ, ഓർമ്മയുണ്ടോ എന്നെ? വരണം, അകത്തേക്ക് വരണം. രാജകുടുംബത്തിലെയാ അല്ലേ? അതെ. എന്താ കോവിലകത്തിന്റെ പേര്? പറഞ്ഞുകൊടുക്ക. ഇലവുദേശവുമായി ബന്ധമില്ലാത്ത രാജകുടുംബങ്ങളില്ലല്ലോ, അതാ ചോദിച്ചത് ഏത് കോവിലകത്തെയാന്ന്. അത് സോറി, ഒരു മിനിറ്റ്. ഹലോ, അതെ, നാളെ ഷാർപ്പ് 11 മണിക്ക്. ഓക്കെ, വെച്ചേക്കും. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാകാം. അതെ, അത്താഴത്തിന് സമയമാവുന്നു. രമേ, ഗോതമ്പ് ദോശയും കട്ടൻ കപ്പിയും മുളക് ചട്നിയും, അതാണ് അത്താഴത്തിന് പതിവ്. കേട്ട് മിഴിച്ച് നിൽക്കാതെ പോയി ഉണ്ടായിക്കൊണ്ട് പാടി കൊച്ചേ. രമയുടെ കൈപ്പുണ്യമാണ് എനിക്കറിയേണ്ടത്. ഭദ്രനും സഹായിക്കാം. മുളക് ചട്നി രാജകീയാവട്ടെ. അത് മൂത്ത മരുമകൾ ലക്ഷ്മി ഉണ്ടാക്കിയ മതി. സമയം കളയണ്ട, അത്താഴത്തിന് എനിക്ക് കൃത്യസമയമാ. ഐശ്വര്യ, യഥാർത്ഥത്തില് അവരാരാണെന്ന് എനിക്കും അറിയില്ല. പക്ഷേ അമ്മ ഒരുപാട് ബഹുമാനിക്കുന്ന ആരോ ആണെന്ന് വ്യക്തമാണ്. ഏതോ കൊട്ടാരത്തിലെ തമ്പുരാട്ടിയാ. അർജുൻ സർ, നിങ്ങളുടെ അമ്മ അവരെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യട്ടെ. വേണമെങ്കില് ഒരു കൊട്ടയെടുത്ത് ചുമന്ന് നടക്കട്ടെ. ഈ ഐശ്വര്യലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. എന്നെ ഭരിക്കാനുള്ള അവകാശം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. യഥാർത്ഥത്തില് എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുക. നിങ്ങളൊരു ഭർത്താവാണോ? എന്നെ ഒരാള് അപമാനിക്കുന്നത് കണ്ട് നിന്നിട്ട് പോലും നിങ്ങൾക്കത് ചോദിക്കാനുള്ളൊരു തന്റെ ഇടം ഇല്ലാന്ന് വെച്ചാ കഷ്ടമാ. ഐശ്വര്യ, അമ്മ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാ. അപ്പൊ ഞാൻ എന്റെ ഭർത്താവിന്റെ മുന്നിൽ വെച്ചാണ് ആ സ്ത്രീ ഞാൻ രാജകുടുംബത്തിലെ ആണോ അല്ലേ എന്നുള്ളത് ചോദിച്ചത്. എവിടെന്നെങ്കിലൊക്കെ കയറി വന്നവരെ ഞാൻ രാജകുടുംബത്തിൽ അങ്ങോ ആണോ അല്ലേ എന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താ എനിക്ക്? ഐശ്വര്യ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. അവര് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോവും.
അതുവരെ നീ എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്ക്. ഭർത്താവായിട്ട് കിട്ടുന്നവനെ പണവും പദവിയും മാത്രം ഉണ്ടായാ പോരാ, കുറച്ചെങ്കിലും തന്റെ ഇടം വേണം. ഐശ്വര്യ, തന്റെ ഇടം ഇല്ലാത്തവനെ ഒരു പെണ്ണും അനുസരിച്ച് ചരിത്രം ഉണ്ടായിട്ടില്ല. ഐശ്വര്യ, ഞാൻ സമാധാനത്തോടെ നിൽക്കുന്തോറും നിന്റെ സംസാരത്തിന്റെ മൂർച്ച കൂടി വരിക. സാർ, എല്ലാ പെൺകുട്ടികളെയും പോലെ ഒരുപാട് മോഹങ്ങളായിട്ട് വന്നവൾ തന്നെയാ ഈ ഞാനും. ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച അന്നു മുതൽ ഞാൻ അനുഭവിക്കുന്ന അവഗണനയുണ്ടല്ലോ, അതനുഭവിച്ചാലേ മനസ്സിലാവൂ. ഒരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോ കളിപ്പാട്ട കാറ് വെച്ച് എന്നെ ആക്ഷേപിച്ചു. എന്നോട് പക തീർക്കാൻ അനസൂയെ പിടിച്ച് കമ്പനിയുടെ ജനറൽ മാനേജറാക്കി. എന്റെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ ഏതൊരു ലേഡി ഡിറ്റക്റ്റീവിനെ വെച്ചു. ഇതിൽ പര അപമാനം ഒരു പെണ്ണിനും സംഭവിക്കാനില്ല. എന്റെ മനസ്സൊരു അഗ്നിപർവ്വത, ഒരു ദിവസം എല്ലാം കൂടി അങ്ങ് പൊട്ടും. അതിനി അധിക സമയമൊന്നും കാത്തിരിക്കണ്ട.